السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അഖീദ ഇസ്ലാമിക് വിശ്വാസം ക്ലാസ് നമ്പർ 30. ഈമാനുനാ ബിയൗമി ആഖിരിൻ വജബ് വകുല്ലി മാ കാന ബിഹി മിനൽ അജബ്. നാം കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട 4-ാമത്തെ ഈമാൻ കാര്യമായ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക എന്ന ടോപ്പിക്കാണ് സംസാരിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 5-ാമത്തെ ഈമാൻ കാര്യം ആരംഭിക്കുകയാണ്. അഥവാ അൽ യൗമുൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വസിക്കുക എന്നത്. അന്ത്യനാളിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ധാരാളം പറയാനുണ്ട്. അന്ത്യനാളിൻ്റെ അടയാളങ്ങളും അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളൊക്കെ. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ സംസാരിക്കാം. ഇന്ന് പറയാൻ പോകുന്നത് അന്ത്യനാൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അന്ത്യനാളുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് പറയുന്നത്. അൽ യൗമുൽ ആഖിർ, അന്ത്യനാള്. ആഖിർ എന്ന അറബിയിൽ പറഞ്ഞാൽ അവസാനം എന്നാണ് അർത്ഥം. അൽ യൗമുൽ ആഖിർ, അവസാന ദിവസം. യൗമു എന്ന് പറഞ്ഞാൽ ദിവസം. ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ യൗമുൽ ആഖിർ കാണാം. ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറ 177-ാമത്തെ ആയത്തിൽ വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. എന്താണ് യൗമുൽ ആഖിർ എന്ന് പറഞ്ഞാൽ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല രാത്രികളെ സൃഷ്ടിച്ചു, പകല് സൃഷ്ടിച്ചു. പകലും രാത്രിയും ഉൾക്കൊള്ളുന്നതാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. ഈ ദിവസം ഇല്ലാത്ത, അഥവാ പകലും രാത്രിയും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇനി എത്ര കാലമാണ് ഈ രാത്രിയും പകലും ഉണ്ടാവുക? അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. അഥവാ ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ അത് അവസാനത്തെ നാളാണ്. അതാണല്ലോ ദി ലാസ്റ്റ് ഡേ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. അവസാനത്തെ ഡേ ആണ്. പിന്നെ ഡേ ഇല്ല, പിന്നെ രാത്രിയില്ല, പിന്നെ പകലില്ല. അപ്പോൾ അവസാനത്തെ ദിവസം, അല്ലാഹു തആല പടച്ച അവസാനത്തെ ദിവസമാണ് യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് യൗമുൽ ആഖിർ എന്ന് പറയുന്നത്. ഇനി ഒരു മുക്കല്ലഫായ ഒരു വിശ്വാസിക്ക് അന്ത്യനാളുമായി ബന്ധപ്പെട്ട വിശ്വാസം എന്തൊക്കെയായിരിക്കണം എന്നുള്ളത് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഹെഡിങ്ങുകൾ മാത്രം വായിച്ച് നമുക്ക് പോകാം. ഒന്നാമതായി, ഖിയാമത്ത് നാളിനും അതുപോലെ ഒരാളുടെ മരണത്തിനും ഇടക്കുള്ള സമയം. ആ സമയത്തിന് ബർസഖ് എന്നാണ് പറയുക. ഓരോരുത്തരുടെയും ബർസഖിൻ്റെ സമയം വ്യത്യസ്തമായിരിക്കും. മരിച്ചത് മുതൽ ഖിയാമത്ത് നാള് വരെയുള്ള സമയത്തിനാണ് ബർസഖ് എന്ന് പറയാം. അങ്ങനെ ഒരു ബർസഖ് എന്നൊരു ലൈഫ് ഉണ്ട് എന്ന് ഓരോ വിശ്വാസിയും വിശ്വസിക്കണം. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, സൂറത്തുൽ മുഅ്മിനിൽ കാണാം. അങ്ങനെ ഒരു ജീവിതമുണ്ട്. മരിച്ചാൽ പിന്നെ എല്ലാം കഴിഞ്ഞു, പിന്നെ ഒന്നും ഉണ്ടാവില്ല, പിന്നെ അന്ത്യനാളിൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നല്ല, മറിച്ച് മരിച്ചത് മുതൽ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കുന്നതിനിടയിലുള്ള ഒരു ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കണം. നമ്പർ 1. നമ്പർ 2, ഖബറിൽ ശിക്ഷയും അതുപോലെ സുഖവും ഉണ്ട് എന്ന് വിശ്വസിക്കണം. ഓരോരുത്തരുടെയും ഖബർ എങ്ങനെയാണ് എന്നുള്ളത് അള്ളാഹുവിനറിയാം. മുങ്ങി മരിച്ചവർ, മറ്റു പലതരത്തിലും മരിച്ചവർക്ക് ഒരുപക്ഷെ നമ്മളെ കൺസെപ്റ്റിലുള്ള ഖബർ ഉണ്ടാവുകയില്ല. എങ്കിൽ പോലും മരണപ്പെട്ടവർക്കൊക്കെ ചോദ്യം ഉണ്ട്, മുൻകർ നക്കീറിൻ്റെ ചോദ്യം ഉണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. അതിന് എങ്ങനെ മരിച്ചതാണെങ്കിലും ഈ ചോദ്യമുണ്ടാകും. ശരിയായ ഉത്തരം കൊടുത്തവർക്ക് ഖബറിൽ തന്നെ സുഖ ജീവിതം നയിക്കാൻ പറ്റും. ഉത്തരം ശരിയായില്ലെങ്കിൽ ഖബറിൽ തന്നെ ശിക്ഷ ഉണ്ടാകും. നരകത്തിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. ഇതുകൂടി വിശ്വസിക്കൽ നിർബന്ധമാണ്. മൂന്നാമത്, ഖബറിൽ
അന്ത്യനാൾ വരെ ഉണ്ടാകും. അങ്ങനെ ഇസ്രാഫീൽ അലൈഹിസ്സലാം അന്ത്യനാള് കാഹളം ഊതിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഖബറിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും. അഥവാ ബഅസ് എന്ന് അറബിയിൽ പറയും. അങ്ങനെ ബഅസ് ഉണ്ട് എന്ന് വിശ്വസിക്കലും നിർബന്ധമാണ്. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ, നിങ്ങളെല്ലാവരും അന്ത്യനാളിൽ വീണ്ടും ഒരു ജീവിതം കൊടുത്ത് അല്ലാഹു തആല എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. നാലാമത്തത്, അന്ത്യനാളിൽ അല്ലാഹു തആല എല്ലാവർക്കും ജീവൻ നൽകി വീണ്ടും ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും ഒരു സ്ഥലത്ത് അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടും. ഇതും നാം വിശ്വസിക്കണം. അതിന് ഹശ്ർ എന്ന് പറയാം. നമ്മൾ സാധാരണ മഹ്ശറ വൻസബയിൽ എന്ന് പറയുമല്ലോ, മഹ്ശറ. ഈ മഹ്ശറ എന്താണ്? ജനങ്ങൾ ഒരുമിച്ച് കൂടുക എന്നർത്ഥം. വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നായിരിക്കും ഓരോരുത്തരും ഉയർത്തെഴുന്നേൽക്കുക. എങ്കിൽ എല്ലാവരെയും ഒരു സ്ഥലത്ത് അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടും. എല്ലാവരും എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയുടെ സൃഷ്ടിപ്പ് തുടങ്ങിയത് മുതൽക്ക്, ആദം നബി മുതൽക്ക് അവസാന നിമിഷത്തിൽ മരിച്ച വ്യക്തി വരെയുള്ള എല്ലാവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമെന്ന് നാം വിശ്വസിക്കണം. അഞ്ചാമത്തത്, ശഫാഅത്തിൽ വിശ്വസിക്കണം. ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ശഫാഅത്തിൻ്റെ ഇനങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം സ്പെഷ്യലായ ചില ശഫാഅത്തുകളുണ്ട്. ഔലിയാക്കന്മാർക്കും അമ്പിയാക്കന്മാർക്കും ശുഹദാക്കൾക്കും ഉലമാക്കൾക്കൊക്കെ ശഫാഅത്തിന് അധികാരമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ശഫാഅത്ത് ഉണ്ട് എന്നും ഓരോ മുസ്ലിമും വിശ്വസിക്കണം. ആറാമത്തത്, ഹിസാബിൽ വിശ്വസിക്കണം. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ചെയ്ത നല്ല കാര്യവും ചീത്ത കാര്യവും അതൊക്കെ വിചാരണക്കെടുക്കും എന്ന് നാം വിശ്വസിക്കണം. നല്ലതും ചീത്തയും കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രന്ഥം ഓരോരുത്തരുടെ കയ്യിലുണ്ടാകുമെന്നും അതനുസരിച്ച് ഹിസാബും അതുപോലെ ഖിസാസും ഉണ്ടാകും. അഥവാ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് പറയും. ഏഴാമത്തെ, മീസാൻ അഥവാ നന്മയും തിന്മയും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൂക്കും. ഹസനാത്തും സയ്യിആത്തും, സൽക്കർമ്മങ്ങളും ചീത്ത കാര്യങ്ങളും ഓരോരുത്തരുടേത് കൃത്യമായി രേഖപ്പെട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ തൂക്കി നോക്കും. ആർക്കാണ് കൂടുതൽ സൽക്കർമ്മമുള്ളത്, ആർക്കാണ് കൂടുതൽ ചീത്ത കാര്യങ്ങളുള്ളത് എന്ന്. പിന്നെ എട്ടാമത്തത്, സിറാത്ത് പാലം. അതും വിശ്വസിക്കണം. ജഹന്നമിൻ്റെ മേലെ നാട്ടപ്പെട്ട ഒരു പാലമാണ് സിറാത്ത് പാലം. അതിലൂടെ എല്ലാവരും കടക്കേണ്ടതുണ്ട്. മുഅ്മിനുകളും അല്ലാത്തവരും കടക്കണം. ഏതായാലും അതിനെക്കുറിച്ച് വിശദമായ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ സംസാരിക്കും. ഒമ്പതാമതായിട്ട്, ഹൗദുൽ കൗസർ. അതിലും വിശ്വസിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്പെഷ്യലായി ദാഹജലം ജനങ്ങൾക്ക് കോരിക്കൊടുക്കാൻ വേണ്ടി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്പെഷ്യലായി കൊടുക്കുന്ന ഒരു ഹൗദിൻ്റെ പേരാണ് ഹൗദുൽ കൗസർ. അതും നാം വിശ്വസിക്കണം. പത്താമതായി, സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കണം. സ്വർഗം ഇപ്പോൾ തന്നെ അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഉലമാക്കൾ പറയുന്നത്. നല്ല സുഹൃതങ്ങൾ ചെയ്തവർക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗം നൽകുമെന്ന് ഓരോരുത്തരും വിശ്വസിക്കണം. 11ാമത്തത്, നരകം. തെറ്റ് ചെയ്തവർക്ക് അല്ലാഹു തആല ശിക്ഷിക്കാൻ വേണ്ടി നരകത്തെയും തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ 12ാമതായിട്ട്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയെ സ്വർഗത്തിൽ മുഅ്മിനുകൾക്ക് കാണാൻ പറ്റും എന്നും കൂടി വിശ്വസിക്കണം. അതൊക്കെ അഹ്ലുസ്സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയിൽപ്പെട്ടതാണ്. അത് എങ്ങനെ കാണണം അതൊന്നും നമുക്കതിൻ്റെ കൃത്യമായ രൂപം രേഖം നമുക്കറിയില്ല. ഏതായാലും ഈ 12 വിഷയങ്ങൾ അത് കൃത്യമായി നാം പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ചെറിയ വിശദീകരണങ്ങൾ നൽകുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.